കോച്ച് ഗംഭീർ പുതിയൊരു ടെക്നിക്കാണ് ഇന്ന് പ്രയോഗിച്ചത്. സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കി. സാധാരണ ഒരു കോച്ചുമാരും സഞ്ജുവിനെ ഓപ്പണിംഗ് ഇറക്കാൻ തയ്യാറാകാത്തതാണ്. എന്നാൽ ഗംഭീർ അങ്ങനെയല്ല, സഞ്ജുവിനെ സപ്പോർട്ടാക്കിയിട്ടാണ് സംസാരിക്കാറ്. അതുകൊണ്ടാണ് സഞ്ജു ഇപ്പോൾ ഓപ്പണിംഗിൽ ഇറങ്ങിയിരിക്കുന്നത്. അതും ശുഭ്മാൻ ഗില്ലിനെ പുറത്തിരുത്തി. പക്ഷേ ഇന്ന് സഞ്ജുവിന് നല്ലൊരു സ്റ്റാർട്ട് ലഭിച്ചില്ല. അതിനു മുന്നേ മഴ പെയ്തു. പിന്നീട് സഞ്ജു ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ പിച്ചിന്റെ സ്വഭാവം മാറി. സഞ്ജുവിനെ ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടാക്കേണ്ടതായി വന്നു. ഇന്നത്തെ ഇന്ത്യയുടെ വിജയത്തിന് ശേഷം കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കാനുള്ള തീരുമാനം എൻ്റേതായിരുന്നു. സൂര്യകുമാർ എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കുന്നത് ശരിയായ തീരുമാനമാണെന്ന് സൂര്യയും പറഞ്ഞു. പക്ഷേ മഴ പെയ്തതുകൊണ്ട് സഞ്ജുവിനെ കളിക്കാൻ സാധിച്ചില്ല. എങ്കിലും സഞ്ജു പ്രതിഭയുള്ള കളിക്കാരനാണ്. അടുത്ത മത്സരത്തിലും സഞ്ജുവിനെ ഓപ്പണിംഗിൽ തന്നെ കളിപ്പിക്കും. ഒരു മാച്ച് കൊണ്ട് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. സഞ്ജുവിൻ്റെ പ്രതിഭയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ശ്രീലങ്കയുമായിട്ട് ഞങ്ങൾ പരമ്പര നേടിക്കഴിഞ്ഞു. എൻ്റെ കോച്ചായിട്ടുള്ള ആദ്യത്തെ സീരീസാണ്. ഈ ഒരു സീരീസ് ഇന്ത്യ തൂത്തുവാരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമെന്നത് ഉറപ്പാണ്. അടുത്ത മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരുമെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ശരിക്കും കോച്ചായിട്ട് ഗംഭീർ വന്നപ്പോഴാണ് സഞ്ജുവിനെ കളിക്കാൻ അവസരം കിട്ടിയത്. ശരിക്കും സഞ്ജുവിനെ ആരും തന്നെ ഓപ്പണിംഗിൽ കളിപ്പിക്കാറില്ല. കോച്ച് ഗംഭീറിന് സഞ്ജുവിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഓപ്പണിംഗിൽ കളിപ്പിച്ചത്. പക്ഷേ സഞ്ജു ഡെക്കിൽ പുറത്തായത് മലയാളി ആരാധകരിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കളി കൊണ്ട് തന്നെ സഞ്ജുവിനെ എഴുതി തള്ളാൻ സാധിക്കില്ല. ഡെക്കിൽ പുറത്താവുന്നത് ആദ്യമായിട്ടല്ല. സഞ്ജുവിന് ഇന്ന് നല്ലൊരു സ്റ്റാർട്ട് ലഭിച്ചേനെ. അപ്പോഴേക്കും മഴ പെയ്തു. അതാണ് പണിയായത്. മഴ പെയ്താൽ പിന്നെ പിച്ചിൻ്റെ സ്വഭാവം മാറും. പിന്നീട് അവിടെ കളിക്കാൻ ഈസിയല്ല. എന്തായാലും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അടുത്ത T20ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.